ഈ ലോബ്സ്റ്റർ ഞാൻ കഴിച്ചിട്ടില്ല, ജസ്റ്റ് ഇത് നോക്കട്ടെ, ഒന്ന് ടേസ്റ്റ് നോക്കട്ടെ ഇതിൻ്റെ. അതുപോലെ ഹോട്ടലുകൾ എന്ന് പറഞ്ഞാൽ നിരവധി ഹോട്ടലുകളുള്ള ഒരു ഏരിയ കൂടാണ് ഈ കരാമ എന്ന് പറയുന്നത്. ഇതാ ഹമൂറാണ് കേട്ടോ, ഹമൂർ വെണ്ണ പോലെ. ശരി. എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് കരാമയിലാണ്. സാധാരണ ഫുഡ് കഴിച്ചിട്ട് റിവ്യൂ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിച്ചു എന്ന് പറയുന്നത് ഇവിടെ ബോർഡുണ്ട്, ദേ ഫിഷ്. ഇനി ഒരു ലൊക്കേഷൻ പറയാനാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കരാമയിൽ ദേ പുട്ട്, അതായത് നമ്മുടെ ദിലീപ് ഏട്ടൻ്റെ കട എല്ലാവർക്കും അറിയാമായിരിക്കും. അതിന് നേരെ കുറച്ച് പുറകോട്ട് വന്നാൽ മതി. ഫുഡ് ഒരു രക്ഷയില്ല, നല്ല സൂപ്പർ ഫുഡാണ്. ഞങ്ങൾ കഴിച്ചു എന്ന് പറയുന്നത് എന്താണെന്ന് ഞാൻ പറയുന്നില്ല, നേരെ ഞങ്ങൾ വീഡിയോ കണ്ടു നോക്ക്, വരാൻ പറ്റുന്നവർക്കൊക്കെ വരാം. നല്ല സൂപ്പർ ഫുഡാണ്. റേറ്റ് ഞാൻ പറയുന്നില്ല, റേറ്റ് പറയാത്തതിൻ്റെ കാരണം മറ്റൊന്നും കൊണ്ടല്ല, ചിലപ്പോൾ സീസൺ അനുസരിച്ച് റേറ്റിന് വ്യത്യാസം വരാം. അതുകൊണ്ടാണ് ഞാൻ റേറ്റിനെ കുറിച്ച് പറയാത്തത്. എന്തായാലും താല്പര്യമുള്ളവർക്കെല്ലാം വരാം. ദേ വിശാലമായ വലിയ കട കണ്ടോ. കയറുമ്പോൾ തന്നെ ഫസ്റ്റ് എൻട്രൻസ്, അതങ്ങോട്ട് കയറി ചെന്ന് കഴിഞ്ഞാൽ ആദ്യം നമുക്ക് കാണാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ഫിഷുകൾ ഇവിടെ ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതായിരിക്കുന്ന ലോബ്സ്റ്റർ, അതുപോലെ തന്നെ ക്രാബ്, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചെമ്മീൻ, അങ്ങനെ നിരവധി മീനുകൾ. ഇത് കാളാഞ്ചി ഇരിപ്പുണ്ട്. അങ്ങനെ നിരവധി സാധനങ്ങൾ ഇവിടെ അടുത്ത ഓർഡറിന് വേണ്ടി ഇവിടെ ഇങ്ങനെ മസാല പുരട്ടിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇതാണ് ഇവിടെ കുക്കിംഗ് ഏരിയ. ഹോട്ടലിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ ഇത് വിശാലമായ ഒരു ഏരിയയാണ്. ഞങ്ങൾ എന്തായാലും ഇവിടെ ഒരു ടേബിളിലേക്ക് സ്ഥലം പിടിച്ചിട്ടുണ്ട്. കരാമ ഭാഗത്തോട്ടൊക്കെ വന്നിട്ട് എനിക്കൊന്ന് കുറേ വർഷങ്ങളായി, ഒരുപാട് നാളായി കരാമ ഭാഗത്തോട്ടൊക്കെ വന്നിട്ട്. ഇന്നൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഒരു മീറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങളിങ്ങനെ കരാമ വന്നതാണ്. വന്ന സമയത്ത് ഇപ്പോൾ ഏകദേശം സമയം ഏതാണ്ട് ഒരു 7 മണിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇനി ഫുഡ് കൂടെ കഴിക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ കയറിയതാണ്. കരാമയിൽ നമുക്ക് വലിയൊരു പ്രത്യേകത എന്താണെന്നറിയോ, എനിക്കൊന്ന് ദുബായിലെ സംബന്ധിച്ച് പറയാനാണെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ മലയാളികളൊക്കെ ഉള്ളൊരു മേഖലയാണ് ഈ കരാമ എന്ന് പറയുന്നത്. അതുപോലെ ഹോട്ടലുകൾ എന്ന് പറഞ്ഞാൽ നിരവധി ഹോട്ടലുകളുള്ള ഒരു ഏരിയ കൂടാണ് ഈ കരാമ എന്ന് പറയുന്നത്. എന്തായാലും ഞങ്ങൾ സാധനം ഓർഡർ ചെയ്തിട്ടുണ്ട്. അതിനുവേണ്ടി ഇങ്ങനെ കട്ട വെയിറ്റിങ്ങിലാണ് ഞങ്ങൾ. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത സാധനം വന്നിട്ടുണ്ട്. ഇതെന്തൊക്കെയാണെന്ന് എല്ലാമൊന്നും എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. പിന്നെ ഈ ഇരിക്കുന്നൊരു ഫിഷിൻ്റെ കാര്യം എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. ഇതിൻ്റെ ആൾ കൊടുത്തപ്പോൾ നമുക്ക് ചോദിക്കാം. ഇതേത് ഫിഷായിരിക്കും? സർ, നമുക്ക് സീ ബ്രീമിൻ്റെ ഗ്രില്ല് വരുന്നതാണ്. ഓക്കെ. പിന്നെ ഈ ഇരിക്കുന്ന ഫിഷുകളല്ല, ഇതെല്ലാം ഫിഷ് കണ്ടു കഴിഞ്ഞാൽ ചിക്കൻ്റെ കൂട്ടൊക്കെ ഇരിക്കുന്നത് അല്ലേ? ഇത് നമുക്ക് ടിക്ക ഐറ്റംസ് ആണ് വരുന്നത്. ഇതൊക്കെ മലയൻ ഫിഷ് ടിക്ക വരും. ഏതാ? മലയൻ ഫിഷ് ടിക്ക. ഓക്കെ. ഇത് ഹമൂർ ഫില്ലറ്റ് വരും. ഇത് നമുക്ക് ഫിഷ് കബാബ് വരും. ഓക്കെ. ഇത് ഫിഷ് ടിക്ക വരും. ഫിഷ് ടിക്ക. ഇത് ഏത് ഫിഷ്? 3 ഫ്ലേവർ ആയിരുന്നു. ഇതെല്ലാം ഒരു ഫിഷിന്റെ, ഇതെല്ലാം ഒരു ഫിഷിന്റെ തന്നെ പല ഫ്ലേവേഴ്സ് വരും. പ്രോൺസിന്റെ നമുക്ക് ഫ്രൈ വരും, തവ ഫ്രൈ ചെയ്ത് വരുന്നത്. ഓക്കെ. പിന്നെ ഇത് ക്രാബിന്റെ ഗ്രില്ല് വരുന്നതാണ്. ഇത് രണ്ടും സെയിം തന്നെയല്ലേ? മസാല എല്ലാം സെയിം തന്നെ. സെയിം ആണ്. ഇത് ടൈഗർ പ്രോൺസിന്റെ ഗ്രില്ല് വരും. ഓക്കെ. ഇത് ലോബ്സ്റ്ററിന്റെ ടെയിൽ വരുന്നതാണ്. ലോബ്സ്റ്റർ ടെയിൽ. ലോബ്സ്റ്റർ 3 ടൈപ്പായിട്ട് ഏതാണോ? 2 ടൈപ്പ് നമുക്ക് ടെയിൽ വരുന്നതാണ്. ടെയിലിന്റെ 3 മസാല ചെയ്ത് വരും. ഓക്കെ. സ്പൈസി വരും, നോർമൽ വരും, പിന്നെ ഒരു ലെമൺ ഗാർലിക് വരും. പിന്നെ നമുക്ക് കലമാരി വരുന്നുണ്ട്. ഇത് കലമാരി വരും, ഫ്രഞ്ച് ഫ്രൈസ് വരും, പിന്നെ ഒരു സോസ് വരുന്നുണ്ട് ഹമ്മൂസിൻ്റെ. പിന്നെ എന്തായാലും കഴിച്ചു നോക്കട്ടെ. യെസ്. അപ്പോൾ ഈ സാധനം എല്ലാം വന്നിരിപ്പുണ്ട്. എന്തായാലും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ എങ്ങനെയുണ്ടെന്നുള്ളത്. ആദ്യം നമ്മൾ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. ഇത് വെറും
ചെമ്മീൻ എന്താ പറയുക, ഫ്രൈ അല്ലേ? കൊള്ളാം. ഇത് നമ്മുടെ എന്താ പറയുക, KFC നഗറ്റ്സ് ഇല്ലേ, അതിൻ്റെ അതേ ടേസ്റ്റ് വന്നത്. പിന്നീടുള്ളത് ഇത് എവിടുന്ന് തുടങ്ങണമെന്ന് അറിയാൻ വയ്യ കേട്ടോ. കുറേ ഐറ്റംസ് ഇരിക്കുന്നു. ഞാൻ കഴിക്കാത്തൊരു സാധനം, ഇതുവരെ ഞാൻ സത്യത്തിൽ ലോബ്സ്റ്റർ കഴിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് ലോബ്സ്റ്റർ ഒന്ന് കാണിച്ചു തരാം. ഈ ലോബ്സ്റ്റർ ഞാൻ കഴിച്ചിട്ടില്ല, ജസ്റ്റ് ഇത് നോക്കട്ടെ, ഒന്ന് ടേസ്റ്റ് നോക്കട്ടെ. ഇതിൻ്റെ ലോബ്സ്റ്ററിൻ്റെ മസാല ചെമ്മീൻ്റെയൊക്കെ ഏകദേശം ഒരു എന്താ പറയുന്നത്, അതേ ടേസ്റ്റ് പോലെ തോന്നുന്നുണ്ട്. പക്ഷേ അറിയാമല്ലോ, പൊതുവേ ലോബ്സ്റ്റർ പൊതുവേ എക്സ്പെൻസീവാണ്. എല്ലാവരും സാറിന് വാങ്ങിക്കാറില്ല, ഭയങ്കര വിലയാണ് സാധനത്തിന്. നമ്മുടെ നാട്ടിൽ നല്ല വിലയുണ്ട് ഇതിന്. അപ്പോൾ ഇനി എന്തായാലും ഇത് ഓരോന്ന് കഴിച്ച് നോക്കട്ടെ, കഴിച്ചിട്ട് അഭിപ്രായങ്ങൾ പറയാം. ഈ ഇരിക്കുന്ന 3 മീനുണ്ടല്ലോ, ഈ ഇരിക്കുന്ന 3 മീനും എൻ്റെ ഒരേ മീൻ തന്നെയാണ്. 3 ടൈപ്പ് മസാല തേച്ച് വെച്ചു എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നെടുത്ത് നോക്കാം. ഉപ്പൊരു ശകലം കൂടുതലാണ് കേട്ടോ, ഉപ്പൊരു ലേശം കൂടുതലാണെന്നതിന് സംഭവം കൊള്ളാം. ഇതാ ഹമൂറാണ് കേട്ടോ, ഹമൂർ. കൊള്ളാം. ജസ്റ്റ് ഇതൊന്ന് കഴിച്ചു നോക്കട്ടെ. ഈ ഒരു മീൻ ഭയങ്കര കട്ടിയുള്ള മീറ്റ് കേട്ടോ. ഇതെടുത്തിട്ട് ഒരല്പത ഇതിലോട്ടൊന്ന് നോക്കിയിട്ട് ഞാൻ കഴിച്ചോ. നല്ല സൂപ്പർ മീറ്റാണ് കേട്ടോ, നല്ല ഒരു ജ്യൂസിയുള്ള മീറ്റാണ്. ഞാൻ വിചാരിച്ചു ഒരുമാതിരി ഹാർഡാണെന്ന് വിചാരിച്ചു, പക്ഷെ അല്ല, സൂപ്പറായിട്ടുണ്ട്. ഞങ്ങൾ 2 പേരുണ്ട്. ഇതും വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഐറ്റമാണ്. ഇനി അടുത്ത് നോക്കാം ഇതെങ്ങനെയുണ്ടോ നോക്കാം. ഇതൊരു വെറൈറ്റി മസാല ചേർത്തിട്ടുള്ള സാധനം. ഈ ക്രാബ് നോക്കി, ക്രാബ് ഉണങ്ങിയൊക്കെ ഇരിക്കുന്നു. ടേസ്റ്റ് ഉണ്ടോ നോക്കി. അവന് മീറ്റ് എടുത്ത് കഴിച്ചു നോക്കും. വെണ്ണ പോലെ സോഫ്റ്റ് ആയിട്ട്. ഓ ശരി, സൂപ്പർ. നമ്മുടെ ഈ ഒരു അംഗത്തിന് ശേഷം ഒരു ആശ്വാസ ചടങ്ങെന്ന രീതിയിൽ കുറച്ച് ഫ്രൂട്ട്സും കൊണ്ട് തന്നു കേട്ടോ. നീണ്ട 1.5 മണിക്കൂർ അംഗത്തിന് ശേഷം. ഇതാണ് നമ്മുടെ അവസ്ഥ, നമ്മുടെ ടേബിളിൻ്റെ അവസ്ഥ. ഇത് ശരിക്കും എനിക്ക് തോന്നുന്നൊരു കുറഞ്ഞതൊരു 3 പേരെങ്കിലും വേണമായിരുന്നു. നല്ലപോലെ കഴിക്കാവുന്നൊരു 3 പേരെങ്കിലും ഉണ്ടെങ്കിൽ ഓക്കെ. ഞങ്ങളൊരു കണക്കിന് ഇതെന്തായാലും ഒപ്പിച്ചു എന്ന് പറയാം. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവർക്കും ഈ ഒരു കടയും ഈ ഒരു ലൊക്കേഷനും എല്ലാവർക്കും ഒന്ന് പറഞ്ഞു കൊടുക്കുക. അതുപോലെ തന്നെ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അപ്പം അടുത്തൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും